നിർവ്യാപന കരാറിൽ ഒപ്പിടുന്നതിന് ഇറാൻ തയ്യാറല്ല എന്നും ഇതിനായി അമേരിക്കയുമായി നടത്തിവന്നിരുന്ന ചർച്ചകൾ ഇനി തുടരില്ല എന്ന വാർത്തയും നമ്മൾ കേട്ടു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത് ആണവ നിർവ്യാപന ബാധ്യത ഇറാൻ ലംഘിച്ചു എന്നാണ്. 2012 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ യോഗത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിന് ആകെ ഭീഷണിയായി ഇറാൻ ആണവ ആയുധങ്ങൾ അനധികൃതമായി ഉണ്ടാക്കുന്നുവെന്ന മുന്നറിയിപ്പും കൊടുത്തിരുന്നു. 1950കളിൽ ഷായുടെ ഭരണകാലത്ത് അമേരിക്ക ആണവ റിയാക്ടറുകൾ ഇറാൻ നൽകുന്നത് തുടർന്ന് ഇസ്ലാമിക വിപ്ലവം വരികയും ഖൊമേനി ഭരണം വരികയും ചെയ്തതോടുകൂടി സൈനികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടുന്ന ആണവ ഊർജത്തെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഗവേഷണങ്ങൾ ആരംഭിക്കുന്നു. നമ്മൾ അതിൻ്റെയൊക്കെ ചരിത്രം ഇന്നലെ സംസാരിച്ചതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഇസ്രായേൽ ഭയക്കുന്ന ഇറാനിലെ യുറേനിയൻ സമ്പുഷ്ടീകരണം. നമുക്കറിയാവുന്ന കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധമാണ് അണുബോംബുകൾ. പ്രധാനമായും 2 തരത്തിലാണ് അണുബോംബുകളെ നമുക്ക് തരംതിരിക്കാം. ഫിഷൻ ബോംബുകളെന്നും ഒന്ന് ഫ്യൂഷൻ ബോംബുകളെന്നും. അണുവിഘടനം നടക്കുമ്പോൾ പുറത്തുവരുന്ന ഊർജം ഉപയോഗിക്കുന്ന ബോംബുകളാണ് ഫിഷൻ ബോംബുകൾ. 2 ചെറിയ അണുകേന്ദ്രങ്ങൾ സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ് ഫ്യൂഷൻ ബോംബുകളിൽ സ്ഫോടനത്തിന് കാരണമാകുന്നത്. യുറേനിയം, പ്ലൂട്ടോണിയം എന്നീ ആണവ മൂലകങ്ങളിൽ ഒന്നിന്റെ ഐസോടോപ്പുകൾ ഉപയോഗിക്കുന്നവയാണ് ഫിഷൻ ബോംബുകൾ. ഹിരോഷിമയിൽ അമേരിക്ക പ്രയോഗിച്ച അണുബോംബ് യുറേനിയം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ നിന്നും ഖനനം ചെയ്താണ് യുറേനിയം എടുക്കുന്നത്. പ്രധാനമായും 3 ഐസോടോപ്പുകളായാണ് പ്രകൃതിയിൽ യുറേനിയം ലഭ്യമാവുക. ആണവശക്തിക്കും ആയുധങ്ങൾക്കും ആവശ്യമായ യുറേനിയം 235 എന്ന യുറേനിയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് യുറേനിയൻ സമ്പുഷ്ടീകരണം. പ്രകൃതിദത്ത യുറേനിയത്തിൽ വളരെ കുറച്ച് മാത്രമേ U-235 ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ശാസ്ത്രജ്ഞർ അതിനെ വേർതിരിക്കാനും കേന്ദ്രീകരിക്കാനും സെൻട്രിഫ്യൂജുകൾ എന്ന് വിളിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ആണവ നിലയങ്ങളിൽ ഇതിന്റെ കുറഞ്ഞ അളവ് ഏകദേശം 3 മുതൽ 5% ഉപയോഗിക്കുന്നു. എന്നാൽ അത് 90% സമ്പുഷ്ടമാകുമ്പോൾ അത് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് സമ്പുഷ്ടീകരണ നിലവാരം കൂടുന്തോറും അത് ആയുധ ഉപയോഗത്തോട് അടുക്കുന്നു. അതുകൊണ്ടാണ് ഇത് വലിയ ആശങ്കയായി അന്താരാഷ്ട്ര സമൂഹത്തിൽ മാറുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അഥവാ IAEA റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ കൈവശം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ഉണ്ട് എന്നാണ്. കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 1-ലധികം ആണവായുധങ്ങളുടെ ഉൽപാദനത്തിന് ഇതിന് സാധിക്കും. ഇസ്രായേൽ പറയുന്നത് 15-ലധികം അണുബോംബുകൾ നിർമ്മിക്കാൻ ജൂൺ അവസാനത്തോടുകൂടി ഇറാന് സാധിക്കുമെന്നാണ്. IAEAയുടെ വിമർശനം വകവയ്ക്കാതെ തങ്ങളുടെ ആണവ പദ്ധതി വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഇറാൻ 3ാമത്തെ വെളിപ്പെടുത്താത്ത സമ്പുഷ്ടീകരണ കേന്ദ്രം തുറക്കാനും പദ്ധതിയിടുന്നുണ്ട്. പുതിയ സെൻട്രിഫ്യൂജ് ഹാളുകൾ സ്ഥാപിക്കുന്നതിനായി ഇറാൻ പിക്കാക്സ് പർവ്വതത്തിനടിയിൽ ആഴത്തിലുള്ള തുരങ്കങ്ങൾ കുഴിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രായേൽ ഇതിനെ ഒരു അസ്തിത്വ ഭീഷണിയായി കാണുന്നത് എന്തുകൊണ്ടെന്നാൽ നിലവിലെ സമ്പുഷ്ടീകരണ നിരക്കുകൾ പ്രകാരം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ മാസങ്ങൾക്കുള്ളിൽ ഒരു ബോംബിന് ആവശ്യമായ ആയുധ ഗ്രേഡ് യുറേനിയം ഇറാൻ ശേഖരിക്കാൻ പോവുകയാണ്. 60% യുറേനിയം സമ്പുഷ്ടീകരണം, ഭൂഗർഭ സൗകര്യ വികസനം, സംഭരണ വളർച്ച എന്നിവയിലേക്കുള്ള ഇറാന്റെ ചുവടുവെപ്പിനെ ഇസ്രായേലിന് തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനി സിയനിസ്റ്റ് രാഷ്ട്രമായ ഇസ്രായേലിനെ മുച്ചൂട് മുടിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ മുൻപ് പറഞ്ഞത്. അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ തകർക്കുക എന്നത് തന്നെയാണ്. 2 രാഷ്ട്രങ്ങൾക്കപ്പുറമാണ് ഇസ്രായേലെങ്കിലും ഇറാന് ഒന്ന് ഞൊടിച്ചാൽ അണുബോംബും ആയുധങ്ങളും ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ ഇറാന് തകർക്കാൻ സാധിക്കും. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ നത്താൻസിൽ കനത്ത നാശനഷ്ടം വരുത്തിയത് ഇതിനാലാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് ഇത്തരത്തിൽ നാശം വിതച്ചതെന്നും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ അണുബോംബ് ശേഷി കൈവരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നതാൻസ് ആണവ കേന്ദ്രത്തിന്റെ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് നാശനഷ്ടങ്ങൾ വ്യക്തമാവുകയും ചെയ്തു. മാക്സ് ടെക്നോളജീസ് ആണ് ഉപഗ്രഹ ചിത്രങ്ങൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവിട്ടത്. ജനുവരി 24, ജൂൺ 14 എന്നീ ദിവസങ്ങളിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെയാണ് റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത്. അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ 2 കുട്ടികളടക്കം 10 പേർ മരിക്കുകയും ചെയ്തു. 200-ലേറെ പേർക്ക് പരിക്കുമേറ്റു. സംഭരണം മുതൽ ഉൽപാദനം വരെ നടത്തുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ സാങ്കേതികമായി മറ്റൊരു പ്രശ്നമുള്ളത്,
ഇവയൊക്കെ ഭൂമിക്കടിയിലാണ് ഉള്ളതെന്നാണ്. ബങ്കർ ബോംബുകൾ ഉപയോഗിച്ച് മാത്രമാണ് ഇത്തരത്തിൽ ഭൂമിക്കടിയിലുള്ള കാര്യങ്ങളെ കൂടി തുരത്താൻ സാധിക്കുള്ളൂ. പക്ഷേ ഇസ്രായേലിന്റെ കൈവശം അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ നിലവിലില്ല. ഇത് അമേരിക്കയുടെ കയ്യിലാണുള്ളത്. അമേരിക്ക കൂടി യുദ്ധത്തിന് ഇസ്രായേലിനൊപ്പം അണിചേർന്നാൽ ഇറാന്റെ ആണവ ഊർജ സംഭരണം എന്നുള്ള ആഗ്രഹം എന്തായാലും അവസാനിക്കും. അണുബോംബ് ഉൾപ്പെടെ സൈനിക ആവശ്യങ്ങൾക്കാണ് ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തായാലും ഈ കാര്യത്തിൽ ഇറാൻ കൃത്യമായൊരു വിശദീകരണം തരാതെ ഇസ്രായേൽ എന്തായാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല. ഊർജോൽപാദനം ഉൾപ്പെടെ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് അണുശക്തി പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാനെ വിശ്വസിക്കാനേ സാധിക്കില്ല. 2015 ഇറാൻ കരാറിലൊക്കെ ഏർപ്പെട്ടിരുന്നെങ്കിലും 2017 അണുബോംബ് അല്ലെങ്കിൽ അണുവായുധങ്ങൾ വഹിച്ചുകൊണ്ടു പോകാനുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ എക്സ്പെരിമെന്റൽ പറക്കൽ ഇറാൻ നടത്തിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള വർഷങ്ങളിൽ അമേരിക്ക ഇറാനുമായുള്ള കരാർ റദ്ദാക്കുന്നത്. അതുകൊണ്ട് തന്നെ നുണ പറയുന്നൊരു രാഷ്ട്രമാണ് ഇറാൻ. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് മുഖവിലേക്ക് എടുക്കുന്നേയില്ല ഇറാന്റെ വാചകങ്ങൾ. എന്തായാലും ടെഹ്റാനിൽ നിന്നും ഏകദേശം 220 കിലോമീറ്റർ അകലെയാണ് നത്താൻസ് ആണവ കേന്ദ്രമുള്ളത്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഭൂമിക്കടിയിലാണ് പ്രവർത്തനമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ 15 വർഷം മുൻപ് കമ്പ്യൂട്ടർ വൈറസ് ആക്രമണവും നത്താൻസിനെതിരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ പേടിക്കുന്ന പോലെ ഇറാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ആണവ ബോംബുകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ ശേഖരിക്കാൻ, നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ഒരു തരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എന്തായാലും മിഡിൽ ഈസ്റ്റിൽ അത് വലിയൊരു വിപത്തിന് കാരണമാകും. ഇസ്രായേൽ പറയുന്നത് പോലെ ഇറാൻ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടുകയും സൈനികേതര ആവശ്യങ്ങൾക്ക് ആണവ ഊർജം അവർ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ മാത്രമാണ് ഇസ്രായേലിന് ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമാണ് ഇസ്രായേലിന് മുന്നോട്ട് വയ്ക്കാനുള്ള ഒത്തുതീർപ്പ് സമവാക്യം.